നമസ്കാരം. തിങ്കൾ മീഡിയയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള രോഗങ്ങളാണ് ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്നത്. രോഗങ്ങൾ കൂടി വരുന്ന ഈ കാലത്ത് നിരവധി ചികിത്സാ രീതികളും നിലവിലുണ്ട്. അവിടെയാണ് മരുന്നില്ലാതെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സുജോക്ക് എന്നാണ് ആ ചികിത്സാ രീതിയുടെ പേര്. സുജോക്ക് തെറാപ്പി ഒരു കൊറിയൻ ചികിത്സയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഹോമിയോ ഡോക്ടറും സുജോക്ക് തെറാപ്പിസ്റ്റുമായ ഡോക്ടർ സ്മിതയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ഡോക്ടർ സ്മിത, ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ സുജോക്ക് അസോസിയേഷൻ്റെ സർട്ടിഫൈഡ് ട്രെയിനർ കൂടിയാണ്. ഡോക്ടർ, എന്താണ് സുജോക്ക് തെറാപ്പി? അതിനെക്കുറിച്ച് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഒന്ന് വിശദമാക്കാമോ? ബദൽ ചികിത്സാ രംഗത്ത് ഏറ്റവും നൂതനമായ ഒരു ചികിത്സാ രീതിയാണ് സുജോക്ക്. സുജോക്ക് എന്ന പദം ഒരു കൊറിയൻ വാക്കാണ്. അത് സു എന്ന് പറഞ്ഞാൽ കൈപ്പത്തിയും ജോക്ക് എന്ന് പറഞ്ഞാൽ കാൽപാദവുമാണ് കൊറിയൻ ഭാഷയിൽ ഈ വാക്കുകളുടെ അർത്ഥം. സുജോക്ക് കൊറിയൻ തത്വചിന്തകനായ പ്രൊഫസർ പാക് ജെയോയാണ് 1987 ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഏകദേശം 37 വർഷം വളർച്ച മാത്രമേ ഈ ചികിത്സാ രീതിക്ക് ഉള്ളൂ എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 8ഓളം രാജ്യങ്ങളിൽ ഇതൊരു മുൻനിര ചികിത്സയായിട്ട് തന്നെ ഈ സമയത്തിനുള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ഈ സുജോക്ക് തെറാപ്പി പ്രവർത്തിക്കുന്നത്? സുജോക്കിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ അതിനും മുന്നോടിയായി എനിക്കിത് പറഞ്ഞു തരാനുള്ളത്, ഇത് ഒരു കലയും അതോടൊപ്പം തന്നെ ഇതിനൊരു ശാസ്ത്രീയ വശവും ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇത് അടുത്ത ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് കൂടിയാണെന്ന് പറയുന്നതിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. കാരണം ഇത്രയും സയൻറ്റിഫിക്കായിട്ട് മനുഷ്യൻ്റെ ശരീരത്തെ നിർവചിച്ചിട്ടുള്ള മറ്റൊരു മെഡിക്കൽ ശാസ്ത്രവും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെ സിമ്പിളായിട്ട് സുജോക്കിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയുന്ന ഒരു എക്സാമ്പിള്, നമുക്ക് TV റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ടി വിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ എളുപ്പത്തിലായിട്ട് ഇതിൻ്റെ പ്രവർത്തന രീതി എനിക്ക് പറഞ്ഞു തരാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അതെങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രാവർത്തികമാകുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകൃതിയിലുള്ള തന്നെ ഒരു സിമിലാരിറ്റി തിയറിയാണ്. സാമ്യതാ സിദ്ധാന്തമാണ് ഇവിടെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. സാമ്യതാ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിന് കൈപ്പത്തിയോട് ഉള്ള സാമ്യതയും അതുപോലെ തന്നെ കാൽപാദത്തിനോടുള്ള സാമ്യതയുമാണ് നമ്മൾ കൈപ്പത്തിയും കാൽപാദവും ഇവിടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. എന്നിരുന്നാൽ തന്നെയും സുജോക്ക് തെറാപ്പിയുടെ ചില തരം ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളിൽ നമ്മൾ ടോട്ടൽ ബോഡി, അതായത് ശരീരത്തിൽ ഉടനീളം തന്നെ നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഞാൻ ശാസ്ത്രീയ വശത്തെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ പഠിക്കുന്ന സമയത്തേക്ക് തിയറി ഓഫ് റെസണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 2 സിമിലറായിട്ടുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ വൈബ്രേറ്റ് ചെയ്യുന്നത് സിമിലർ ഫ്രീക്വൻസിയിലായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിനോട് സാമ്യതയുള്ള കൈപ്പത്തിയിൽ, മനുഷ്യൻ്റെ ശരീരത്തോട് സാമ്യതയുള്ള ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, കൈപ്പത്തിക്ക് സാമ്യതയുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഏത് ഭാഗത്താണോ അതിൻ്റെ സാമ്യതയായിട്ടുള്ള ഭാഗത്ത് ഒരു രോഗാവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ കൈപ്പത്തിയിൽ അല്ലെങ്കിൽ കാൽപാദത്തിന് അതിന് സിമിലറായിട്ടുള്ള ഏരിയയിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻഫുൾ ബോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് കാണുന്നത്. പെയിൻഫുൾ ബോൾസ് എന്ന് പറയുമ്പോൾ എനർജി ബോൾസാണ്. നമുക്ക് അറിയാം, സിഗ്നൽസ് നമുക്ക് ബോഡിയുടെ ഏത് ഭാഗത്തു നിന്നും ഏത് ഭാഗത്തേക്കും നെർവ് എൻഡിങ്സ് വഴി കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ചും കൈപ്പത്തിയും കാൽപാദത്തിലും കണക്റ്റഡ് ആണെന്നുള്ള കാര്യം മെഡിക്കൽ സയൻസിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ ഈ പെയിൻഫുൾ ബോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംശയം തോന്നാം, അതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിൽ പ്രാവർത്തികമാകുന്നത്. ഇപ്പോൾ സിമിലാരിറ്റി സിദ്ധാന്തം അനുസരിച്ച് കൈപ്പത്തിയിലും കാൽപാദത്തിലും ബോഡിയുടെ സിമിലറായിട്ടുള്ള ഭാഗത്ത് പെയിൻഫുൾ ബോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എക്സ്റ്റേണൽ പ്രഷർ, നമ്മൾ പ്രോബോ അല്ലെങ്കിൽ കളറോ മാഗ്നറ്റോ ഒക്കെ യൂസ് ചെയ്ത് ഇതിനകത്ത് ട്രീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ സ്റ്റിമുലേഷൻ വഴി അവിടെ ഒരു ക്യൂറേറ്റീവ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഒറിജിനൽ ഏരിയ എവിടെയാണോ അവിടേക്ക് ഹീലിംഗ് വേവ്സിന് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് ഫിസിക്സിൽ നമുക്ക് പറഞ്ഞാൽ ഫീസോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് റിവേഴ്സ് ഫീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. ഈ ചികിത്സാ രീതി ഒരു ശാസ്ത്രവും കലയുമാണെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് വ്യക്തമാക്കാമോ ഡോക്ടർ? ഞാൻ പറഞ്ഞു ഇതൊരു ശാസ്ത്രവും കലയുമാണ്. അപ്പം അത് പറയുന്ന സമയത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റി പറയേണ്ടി വരും. കാരണം ഇതിന് ഞാനിപ്പം പറഞ്ഞ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോമോ കറസ്പോണ്ടൻസ് സിസ്റ്റം എന്ന് പറയും. അതായത് സുജോക്കിൻ്റെ ഏറ്റവും ബേസിക് ലെവൽ നിങ്ങൾ പൊതുവേ കണ്ടുവരുന്ന വീഡിയോസിലെല്ലാം നിങ്ങൾ കാണുന്നതായിട്ടുള്ള ഒരു സീഡ് തെറാപ്പി, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലീഫ് വെച്ചിട്ടുള്ള ഒരു തെറാപ്പി കൈപ്പത്തിയിലോ കാൽപാദത്തിലോ യൂസ് ചെയ്യുന്നതായിരിക്കും പൊതുവേ കാണുന്ന വീഡിയോ. അത് ബേസിക് ലെവൽ ട്രീറ്റ്മെൻറ്റാണ്. ഇനി ഇത് കൂടുതലായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല ലെവലായിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പഠിക്കുക. അവിടെയാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശവും അതിനോടൊപ്പം ഇതൊരു കലയുമാണെന്ന് കൂടി എനിക്ക് പറയേണ്ടി വന്നത്. കാരണം നമ്മൾ ഇപ്പം മനുഷ്യനെ നിർവചിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, മൈൻഡ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, അതുപോലെ തന്നെ ഇമോഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, പിന്നീട് നമ്മൾ പറയുന്നത് ഒരു ആത്മാവ് അല്ലെങ്കിൽ സോൾ. അങ്ങനെ 4 ഭാഗമായിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ സെൽഫ്, ഞാൻ എന്ന് പറയുന്നത് ഈ 4 ഭാഗവും കൂടെ ചേരുന്നതാണ്. അതിനെ ഞാൻ മറ്റൊരു രീതിയിൽ നിർവചിക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു, മാറ്ററിന് 4 വശങ്ങളാണുള്ളത്. ഒന്ന് ഒരു ഖരാവസ്ഥ സോളിഡ് സ്റ്റേറ്റ്, മറ്റൊന്നൊരു ലിക്വിഡ് സ്റ്റേറ്റ്, പിന്നീട് ഒന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേഷ്യസ് സ്റ്റേറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്മ സ്റ്റേറ്റ്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മാറ്ററിൻ്റെ 4 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഈ പറയുന്ന 4 അവസ്ഥയെ, സെൽഫ് എന്ന് പറയുന്ന 4 അവസ്ഥയെ പറയുന്നത്. മനുഷ്യൻ്റെ ശരീരം നമുക്കൊരു ഖരാവസ്ഥയായിട്ട് കാണാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ബോഡി പാർട്ടാണ്. നമുക്കിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ലിക്വിഡ് എന്ന് പറയുന്ന സാധനവും നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അത് അനുഭവപ്പെടുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്ന പാട്ടിനെ നമുക്കൊരു ലിക്വിഡ് പാട്ടായിട്ട് കണക്കാക്കാം. കാരണം ഇമോഷൻ എന്ന് പറയുന്ന പാട്ട് നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ ആ ഇമോഷൻ നമുക്ക് ഒരാളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സങ്കടം വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ആ ഇമോഷണൽ പാർട്ടിനെ നമുക്ക് കാണാം. നേരെ മറിച്ച് മൈൻഡ്, നമ്മളൊരാൾ ചിന്തിക്കുകയാണ്, ആ മൈൻഡിൻ്റെ പോർഷൻ നമുക്കൊരു ഗേഷ്യസ് സ്റ്റേജിനോട് നമുക്ക് താരതമ്യപ്പെടുത്താം. കാരണം ഗ്യാസ് ഇപ്പോൾ കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്മെല്ല് വരികയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ചിന്തയെ നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ ഒരവസ്ഥ. 4ാമത്തെ സ്റ്റേജ് അതായത് പ്ലാസ്മ സ്റ്റേജ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആത്മാവെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ചൈനീസ് മെത്തേഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചീ എന്നോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ പല ജാപ്പനീസ് അങ്ങനെയുള്ള ടെക്നിക്കിൽ പറഞ്ഞാൽ കീ എന്നോ, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് പ്രാണെന്നോ ഒക്കെ പറയാം. ഞാനതിനെ ഒരു എനർജി എന്ന് പറയാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഇത് നമുക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷെ നമുക്കത് എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബോഡി, ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് ഈ എനർജി ഉണ്ടെന്ന് മനസ്സിലാവുന്നത് നമ്മൾക്ക് ഒരു ജഡാവസ്ഥയിൽ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് ശരീരം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ബോഡിയിൽ ഒരു എനർജി പാർട്ട് അല്ലെങ്കിൽ പ്രാണൻ്റെ അവസ്ഥ വരുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചലനം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒരു പ്രാണൻ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം ആ പ്രാണൻ്റെ അല്ലെങ്കിൽ ആ എനർജിയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ ചിന്തയിൽ അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ ലെവലൊക്കെ പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ പറയുന്ന സമയത്തേക്കാണ് നമ്മൾ കോൺഷ്യസ് ലെവൽ. നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിൽ ചിന്തിക്കാം. നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ ആ പല ലെവലാണ് നമ്മളുടെ മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ ഒരു വ്യത്യസ്തനാക്കുന്നത്. ആ കോൺഷ്യസ് ലെവൽ ആണ് നമ്മൾ സുജോക്കിൻ്റെ 2ാമത്തെ ലെവൽ തൊട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ വരിക. പല ലെവൽ ട്രീറ്റ്മെൻറ്റുകളാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. കോൺഷ്യസ് ലെവൽ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കാമോ? അതെ,
ഇത് സെക്കൻഡ് ലെവൽ, അതായത് സുജോക്കി എന്ന് പറയുന്ന ലെവൽ തൊട്ടിട്ട് നമ്മുടെ കോൺഷ്യസ് ലെവൽ ട്രീറ്റ്മെൻറ്റാണ്, അതായത് എനർജി ലെവൽ ട്രീറ്റ്മെൻറ്റാണ് വരുന്നത്. ഈ സുജോക്കി ലെവൽ തൊട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്ന ട്രീറ്റ്മെൻറ്റിൽ അത് 2 വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. 6 കീ എന്നും അതുപോലെ തന്നെ ട്രയോർജിൻ ട്രീറ്റ്മെൻറ്റ് എന്നും പറഞ്ഞ്. ആ ട്രയോർജിൻ ട്രീറ്റ്മെൻറ്റിൽ വരുന്ന സമയത്തേക്ക് കുറച്ചും കൂടി ഡെപ്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ സുജോക്ക് കീ തൊട്ട് 6 കീ ട്രീറ്റ്മെൻറ്റ് ഡിഫറൻസിനെ പറ്റിയിട്ട് വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. 6 കീ ട്രീറ്റ്മെൻറ്റ് നമ്മൾ 5 എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് സുജോക്കിൽ 6 എനർജീസിനെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 5 എലമെൻറ്റ് നമുക്ക് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിലും നമ്മൾ പഞ്ചഭൂതങ്ങളെ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചൈനീസ് മെഡിസിനും എടുക്കുന്നുണ്ട്. സുജോക്കിൽ ഈ 6 കീ ലെവൽ തൊട്ടിട്ട്, അല്ലെങ്കിൽ സുജോക്കി സെക്കൻഡ് ലെവൽ, 6 കീ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്, സുജോക്കി ലെവൽ തൊട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ 5 എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ ഇതിലും ചൈനീസ് രീതിയിലും അനുസരിച്ച് 5 എലമെൻ്റ് ആണെന്ന് വരുന്നത്. ആ 5 എലമെൻറ്റിനെ ബേസ് ചെയ്ത് 6 എനർജീസാണ് വരുന്നതെന്ന് പറഞ്ഞു. 6 എനർജീസിനെ നമ്മൾ ചൈനീസ് അക്യുപങ്ചർ മെറിഡിയനെ ഈ സിസ്റ്റവുമായിട്ട്, അതായത് ഈ കൈപ്പത്തിയിലേക്കും കാൽപാദത്തിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് സെക്കൻഡ് ലെവൽ തൊട്ടിട്ട് വരുന്ന 6 കീ അല്ലെങ്കിൽ സുജോക്കി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് രീതിയിൽ വരുന്നത്. അപ്പം 6 കീ വരുന്ന സമയത്തേക്ക് 5 എലമെൻറ്റ് 6 എനർജി ട്രീറ്റ്മെൻറ്റ് ആവുന്നുണ്ട്. പിന്നീട് ഇതിന് 8 എനർജി സിസ്റ്റമായിട്ട് ഉള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഡയമണ്ട് എനർജി സിസ്റ്റമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അതിനെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയോർജിനാണ് ഇസ് കോൺഷ്യസ് ലെവലിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വരുന്നത്. ട്രയോർജിനിൽ പറയുന്ന സമയത്തേക്ക് 4 ഫോഴ്സസ് ആണ് ട്രയോർജിൻ ഫോഴ്സസിനെ കുറിച്ചിട്ട് പ്രൊഫസർ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്നത്. ഈ 4 ട്രയോർജിൻ ഫോഴ്സസ് ആണ് പ്രകൃതിയിലെ എക്സിസ്റ്റൻസ്, അതായത് നമ്മൾ ഭൂമിയിൽ നമ്മൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഒരു മനുഷ്യനെ കാണുക അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണുക എന്ന് പറയുന്നത് എല്ലാം അതിപ്പം ഒരു ലിവിങ് ബീയിങ് ആണെങ്കിൽ നോൺ ലിവിങ് ബീയിങ് ആണെന്നുണ്ടെങ്കിലും ഈ 4 സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ എക്സിസ്റ്റൻസിനെ പെടുത്തിയിട്ട് പ്രൊഫസർ ഈ ഫോഴ്സിന് 4 തരത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹോമോ ഫോഴ്സിനും, മറ്റൊന്ന് ഹെട്രോ ഫോഴ്സിനും, ഒന്ന് ന്യൂട്ടോ ഫോഴ്സിനും, മറ്റൊന്ന് ന്യൂട്രോ ഫോഴ്സിനും. 4 ഫോഴ്സസിനെ പറ്റി ഞാൻ പറഞ്ഞു, ട്രയോർജിൻ ഫോഴ്സസ്. ആ ട്രയോർജിൻ ഫോഴ്സസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 മാറ്ററിൻ്റെ 4 സ്റ്റേറ്റ്സ് പറഞ്ഞിരുന്നു. അതാണ് ഹ്യൂമൻ ബോഡിയോട് ഞാനത് കമ്പയർ ചെയ്തിട്ടാണ് മാറ്ററിൻ്റെ 4 സ്റ്റേറ്റ് പറഞ്ഞത്. അതിവിടെ നമുക്കെടുക്കാം. ഇവിടെ ഈ 4 ഫോഴ്സസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒറിജിൻ ഫോഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഒരു മെയിൽ പാർട്ടിൽ നിന്ന് ഒരു സ്പേം വന്നിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യും എന്ന് പറയുന്ന സമയത്തേക്ക് ആ ഒരു സിംഗിൾ സെല്ല് ഫോം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജീവൻ അല്ലെങ്കിൽ അതിനൊരു എനർജി പാർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമെങ്കിലേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഒരു സൈഗോട്ട് അത് ആ ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ അത് 4ആയിട്ട്, പിന്നെ അത് 8ആയിട്ട്, അങ്ങനെയാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ, അത് ഏതൊരു വസ്തുവാണെങ്കിലും അങ്ങനെയാണ് നമ്മളൊരു ആറ്റത്തിൽ നിന്ന് മോളിക്യൂള് അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു സബ്സ്റ്റൻസസ് ഒക്കെ ആയിട്ട് മാറുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഈ ട്രയോർജിൻ ഫോഴ്സിനെ പറയുന്നത്. ട്രയോർജിൻ ഫോഴ്സ് നമുക്കൊരു ഒറിജിൻ ഫോഴ്സ്, അതാണ് ന്യൂട്ടോ ഫോഴ്സ്, ഒരു ഒറിജിൻ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത് എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് വളരണം, അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവണം. അപ്പം അവിടെ 2 എനർജീസിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒന്ന്, അതിന് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു കൈനറ്റിക് എനർജിയും. അപ്പോൾ ഈ 2 എനർജീസിനെ നിങ്ങൾക്ക് ഹെട്രോ ഹോമോ ഫോഴ്സസ് ആയിട്ട് നമുക്ക് ട്രയോർജിൻ ഫോഴ്സിൽ കമ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വളർച്ച അല്ലെങ്കിൽ മൂവ്മെൻ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾ മൂവ്മെൻറ്റിൽ ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ മൂവ് ചെയ്യുക, കൈ നിങ്ങൾക്ക് നിവർത്തണം എന്നുണ്ടെങ്കിൽ ആ നിവർത്തുന്ന ഒരു ഫോഴ്സിനെ ഹെട്രോ ഫോഴ്സ് ആയിട്ട് എടുക്കാം. നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മടക്കണമല്ലോ, മടക്കി എടുക്കുന്ന സമയത്തിലേക്ക് ആ മടക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സാണ് അതിൻ്റെ ഒരു കൺട്രാക്റ്റിംഗ് ഫോഴ്സ്, അതാണ് ഹോമോ ഫോഴ്സായിട്ട് എടുക്കുക. ഈ 3 ഫോഴ്സ് മാത്രം പോരാ, ഒറിജിനൽ ഫോഴ്സും ഒരു ഹെട്രോ ഫോഴ്സും ഹോമോ ഫോഴ്സും മാത്രം പോരാ. എന്തുണ്ടാവണം,
ഇതിനെ രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്യിക്കുന്ന ഒരു ഫോഴ്സും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ എക്സിസ്റ്റൻസ് ഉള്ളൂ. അതാണ് ട്രയോർജിൻ ഫോഴ്സിനെ പിന്നീട് പ്രൊഫസർ 4 ഫോഴ്സസ് ആയിട്ട് ന്യൂട്ടോ, ഹെട്രോ, ഹോമോ ആൻഡ് ന്യൂട്രോ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ഓർഡർ എന്നാണ് പറയുന്നത്. ഈ രീതിയിലാണ് ട്രയോർജിൻ ഫോഴ്സസിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ട്രയോർജിൻ ഫോഴ്സസിനെ പറ്റി പറഞ്ഞല്ലോ. ഈ ഫോഴ്സുകൾ സാധാരണയായി മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കുന്ന ഘടകങ്ങൾ ഒന്ന് വിശദമാക്കാമോ? അത് ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെ ഉൾപ്പെടുത്തും? ട്രയോർജിൻ ഫോഴ്സസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രൊഫസർ ഈ സയൻസിനെ എത്രത്തോളം ഡെപ്തിൽ കണ്ടിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ട്രയോർജിൻ ഫോഴ്സസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പ്രൊഫസർ ഇത് ടൈം ട്രയാഡ് എന്ന് പറയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ, പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് എന്ന് പറയുന്ന ടൈം ട്രയാഡിനെ വെച്ചിട്ട് നമുക്ക് പ്രൊഫസർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്പേസിൻ്റെ ടേംസിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്പേസിൻ്റെ ടേംസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ഡയമെൻഷണൽ ഫിഗറാണ്. ആ 3 ഡയമെൻഷണൽ ഫിഗറിൽ ആയതുകൊണ്ടാണ് നമുക്ക് പരസ്പരം കാണാനും മറ്റ് വസ്തുക്കൾ കാണാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ആ സ്പേസിൻ്റെ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ ത്രൈമാന അവസ്ഥ എന്ന് പറയുന്ന രീതിയിൽ പ്രൊഫസർ ഈ പറയുന്ന ട്രയോർജിൻ ഫോഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകളിൽ കാണുന്നുണ്ടാവും ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഇപ്പം ഒരു വർഷത്തിൽ നമുക്ക് ഒരു 3 മാസം കൂടുമ്പം ഒരു അസുഖം ഡെവലപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്തേക്ക് പോകുമ്പം മാത്രം അവിടുന്ന് നമുക്ക് ഈ രോഗം വരിക, തിരിച്ച് മറ്റൊരു സ്ഥലത്ത് വരുന്ന സമയത്തേക്ക് ഇത് ഉണ്ടാവാതിരിക്കുക, വീണ്ടും ആ സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്തേക്ക് ഒക്കെ ഈ രോഗം വരുന്ന ഒരവസ്ഥ. അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിസിറ്റി കീപ്പ് ചെയ്യുന്ന രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമുക്ക് ഇതിലൂടെ ട്രീറ്റ്മെൻറ്റ് ഈ ടൈം ട്രയാഡ് വെച്ചിട്ട് നമുക്ക് സുജോക്കിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും. സുജോക്ക് അക്യുപങ്ചർ എന്നും ഇതിന് പറയും. ട്രയോർജിൻ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സ്പേസിൻ്റെ കണ്ടീഷനിൽ ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡിയിലെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു വ്യക്തിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്തേക്ക് ആ വ്യക്തിയിലുള്ള സറൗണ്ടിങ് സ്പേസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ് ടൈമിനെയോ നമുക്ക് മാറ്റപ്പെടുത്താം. അത് ഹയർ കോൺഷ്യസ് ലെവൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ട്രയോർജിനിൽ വരുന്നത്. അതുപോലെ തന്നെ 3 ജേർമിനൽ ലെയേഴ്സ് പറയുമ്പോഴത്തേക്ക് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് 3 ജേർമിനൽ ലെയേഴ്സ് പറയുന്നത്. ആ 3 ജേർമിനൽ ലെയേഴ്സിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ലെയറിൽ എൻഡോമെട്രിയം, അതുപോലെ തന്നെ മയോമെട്രിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡിൽ നമുക്ക് പല ലെയറിലായിട്ട് യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് വരുന്നത് നമ്മൾ മെഡിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. ഈ ഓരോ ലെയറിലും വരുന്നതിൽ ട്രയോർജിനിൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ലെയറിൽ കയറിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കിന്നിൽ നമുക്ക് ഇതേപോലെ സ്കിന്നിൻ്റെ പല ലെയേഴ്സ് ഉണ്ട്. ആ പല ലെയേഴ്സിലായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇടാൻ പറ്റും. അത് ട്രയോർജിൻ നമുക്ക് ഈ മെത്തേഡിൽ പറയുന്നത്. ഇതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്നത് നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ജീനോം കോഡ്. ആ ജീനോം കോഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും ആ ജീനോം കോഡിൽ പറയുന്നത് നമുക്ക് 2 തരം ഫോഴ്സസ് ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സോഴ്സ് ഫോഴ്സ് പറയുന്നുണ്ട്. 4മതായിട്ട് ഇതിന് ഈ 2 ഫോഴ്സിനെയും, അതായത് ഒരു സ്റ്റോപ്പ് ഫോഴ്സും അതേപോലെ തന്നെ ഒരു സ്റ്റാർട്ട് ഫോഴ്സ് പ്ലസ് ഇതിനെ ബാലൻസിങ് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൂടി ഉണ്ടെന്ന് നമുക്ക് ജീനോം കോഡിൽ പറയുന്നുണ്ട്. അത്രത്തോളം ഡെപ്തിലായിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് പ്രൊഫസർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനെക്കൊണ്ട് തന്നെയും ഇതിനകത്ത് ജനറ്റിക്കലായിട്ട് വരുന്ന ഡിസീസസ്, DNA ബേസ് ചെയ്ത് വരുന്ന ഡിസീസസ് പ്ലസ് സോൾ ലെവലിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. സോൾ ലെവലിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് മെഡിക്കൽ സയൻസിൽ. കാരണം ഇപ്പം നമ്മൾക്ക് പുനർജന്മങ്ങൾ എന്ന് പറയാം. പല ആയുസ് എടുത്തുകൊണ്ടാണ് അതിൽ DNA നമ്മൾ പല ആയുസിൽ വരുന്ന മെമ്മറീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ റെക്കോർഡിക്കലായിട്ട് തന്നെ ഇന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ടൈമിലുള്ള മെമ്മറീസിനെയൊക്കെ ക്യാരി ചെയ്തു വരുന്ന DNA
പ്രസൻറ്റ് ലൈഫിൽ ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഡീപ്പ് ഇമോഷണൽ കണ്ടീഷൻസ് നമുക്ക് DNA ക്യാരി ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈമിലുള്ള പ്രശ്നം നമുക്ക് ക്യാരി ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ നമുക്ക് ഇതിന് സോൾ ലെവലിൽ അല്ലെങ്കിൽ സ്റ്റെം സെൽ ലെവലിലേക്ക് പോയിട്ട് ഇതിൽ ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതെല്ലാം ഇതിന് മെറ്റാഫിസിക്കൽ പാർട്ടാണ്. ആ മെറ്റാഫിസിക്കൽ പാർട്ടിലാണ് ഈ വരുന്ന ഹയർ കോൺഷ്യസ് ലെവലിലാണ് ഇതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും പോകുന്നത്. മരുന്നില്ലാത്ത ചികിത്സാ രീതിയാണ് സുജോക്ക് എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. മരുന്നില്ലാതെ എങ്ങനെയാണ് ഒരു ചികിത്സ സാധ്യമാകുന്നത്? അതെ, മരുന്നില്ലാത്തൊരു ചികിത്സയാണ്. മരുന്നില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണലി നമ്മൾ യാതൊരു വിധമായ മരുന്നും ഉള്ളിലേക്ക് കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഏറ്റവും എടുത്തു പറയത്തക്കതായ പ്രത്യേകത. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് ഈ ചികിത്സ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. അതിനാണ് ഇതിനകത്ത് വേരിയസ് മെത്തേഡ്സ് അല്ലെങ്കിൽ മൊഡാലിറ്റീസ് എന്നാണ് ഇതിനെ പറയുന്നത്. മൊഡാലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. നിങ്ങൾ സാധാരണയായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ സീഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലീവ്സൊക്കെ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ധാരാളം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോസിലൊക്കെ പോലെ തന്നെ ഇതിൻ്റെ ബേസിക് ലെവൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു, കൈപ്പത്തിയിൽ അല്ലെങ്കിൽ കാൽപാദത്തിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് പ്രോബുണ്ട്. ആ പ്രോബ് തന്നെ നമ്മൾ 2 തരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോബിന് ട്രീറ്റ്മെൻറ്റ് റൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഡയഗ്നോസ്റ്റിക് പ്രോബ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയയിൽ പ്രോബ് ചെയ്ത് നോക്കുന്ന സമയത്തേക്ക് മർദ്ദം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവും പെയിൻഫുൾ ബോൾസ് നേരത്തെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വളരെ കൂടുതലായിട്ട് മറ്റ് ആ ഭാഗത്തിൻ്റെ മറ്റ് ഏരിയയിലുള്ളതിനേക്കാളും കൂടുതൽ പെയിൻ നമുക്ക് ആ ഏരിയയിൽ ആ പർട്ടിക്കുലർ സ്പോട്ടിലുണ്ടായിരിക്കും. ആ ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൊഡാലിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഹോമിയോ മരുന്നാണെങ്കിൽ നമ്മൾ ഗുളിക രൂപത്തിൽ പലതരത്തിൽ ഉള്ള ഗുളിക രൂപത്തിൽ യൂസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലായിട്ട് മെഡിസിൻ എടുക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും മൊഡാലിറ്റീസ് എന്ന് പറയുമ്പോൾ സീഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വിത്തുകൾ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോൺ പോയിസണസ് ആയിട്ടുള്ള വിഷം ഇല്ലാത്ത വിത്തുകളാണ് യൂസ് ചെയ്യുന്നത്. ആ വിഷമില്ലാത്ത വിത്തുകളെന്ന് പറയുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന വിത്തുകൾ നമ്മൾ സാധാരണയായിട്ട് എടുത്തു വരുന്നത് കുരുമുളക്, പിന്നെ ചെറുപയർ. വളരെ സാധാരണയായിട്ട് എടുത്തു വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ടൂളാണ് ചെറുപയറെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പ്ലാന്റ് പാർട്സ് യൂസ് ചെയ്യാം. അതായത് പാം ലീഫ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രൊഫസർ ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓലക്കാലെന്ന് പറയുന്നത് ഓലയുടെ ഇത് എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാംബൂ ലീവ്സ് എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ചാടിക്കുരു, ഹാർട്ടിൻ്റെ കണ്ടീഷൻസിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മഞ്ചാടിക്കുരു. പിന്നെ ഓറഞ്ചിൻ്റെ സീഡ്, ഇപ്പം ബ്രസ്റ്റിൻ്റെ കണ്ടീഷൻസിൽ ബ്രസ്റ്റിൽ നമുക്ക് ഫൈബ്രോമ പോലുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്തേക്ക് ആപ്പിൾ സീഡ് കറസ്പോണ്ടിങ് ഏരിയസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബക്ക്വീറ്റ് സീഡ് യൂസ് ചെയ്യുന്നുണ്ട്. കിഡ്നി കണ്ടീഷൻസ്, ക്രിയാറ്റിൻ കൂടുന്ന പോലുള്ള സമയത്ത് നമ്മൾ രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻ എന്ന് പറയുന്ന ബീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സീഡിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസിനാണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഇപ്പം ഞാൻ വളരെ കോമൺ ആയിട്ട് തൊണ്ടയിൽ മുള്ളൊക്കെ കൊള്ളുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന നെക്കിൻ്റെ കറസ്പോണ്ടിങ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങയിൽ ഒരു ആസിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തൊണ്ടയിൽ മുള്ളു കൊള്ളുന്ന അവസ്ഥയിലാണെങ്കിൽ ഇത് ദ്രവിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള ടൂൾസുകൾ നോൺ പോയിസണസ് ആയിട്ടുള്ള ലീവ്സ് അല്ലെങ്കിൽ സീഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു മൊഡാലിറ്റി യൂസ് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിബ്ജിയോർ കളേഴ്സാണ്. വിബ്ജിയോർ കളേഴ്സ് നമ്മൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും 6 കീ ട്രീറ്റ്മെൻറ്റിൽ 8 കീ ട്രീറ്റ്മെൻറ്റിലൊക്കെ വിബ്ജിയോർ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രയോർജിനിലാണെങ്കിൽ നമ്മൾ പ്രൈമറി കളേഴ്സ്, അതായത് റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് എന്ന് പറയുന്ന പ്രൈമറി കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്ന നമ്മൾ ട്രീറ്റ്മെൻറ്റ് ടൂൾസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് പറയുമ്പോൾ വലിയ മാഗ്നറ്റ് അല്ല, നമുക്ക് ബയോ എനർജറ്റിക്സിൽ വരുന്ന വളരെ ചെറിയ തോതിലുള്ള മാഗ്നറ്റ്സ് ആണ്. ബയോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് പല ടൈപ്പിലുള്ള മാഗ്നറ്റ് ഉണ്ട്. സ്റ്റാർ മാഗ്നറ്റ്, ബയോൾ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്. അത് മെറിഡിയൻസിലൊക്കെ നമ്മൾ പറഞ്ഞ അക്യുപങ്ചർ മെറിഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ്. അത് 2 തരത്തിലുള്ള മെറിഡിയൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ജോയിൻറ്റ് മെറിഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലീനിയർ മെറിഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്.
അത് പറയുന്ന സമയത്തേക്ക് ഞാൻ ഇൻഡെപ്തിൽ ഒരു കാര്യം നേരത്തെ ഇതിൽ പറയാൻ വിട്ടുപോയി. അക്യുപങ്ക്ചറിനേക്കാളും കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് സുജോക്ക്. കാരണം ഇവിടെ നമ്മൾ ചക്ര മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വരുന്ന ശരീരത്തിലുള്ള 7 ചക്രങ്ങളെ, ആ ചക്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. 7 ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പാരമ്പര്യ ചികിത്സയ്ക്കായിട്ട്, അല്ലെന്ന് പാരമ്പര്യമായി വരുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡെപ്തിലുള്ള സോൾ ലെവലിൽ കിടക്കുന്ന ഇമോഷൻസിനെയൊക്കെ നമുക്ക് കോർ ലെവൽ ട്രീറ്റ്മെൻറ്റ്, മെറ്റാഫിസിക്കലി കോർ ലെവൽ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ചക്രാസിനെ യൂസ് ചെയ്യാം. അതായത് ക്രോണിക്കായിട്ട് വരുന്ന അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസർ അങ്ങനെയുള്ള പോലുള്ള അസുഖങ്ങൾ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് ഒക്കെ തന്നെ നമുക്ക് മെറിഡിയൻ ആൻഡ് ചക്ര 2 തരത്തിലും യൂസ് ചെയ്യാം. എന്താണ് ചക്രാസിൻ്റെ പ്രത്യേകത എന്ന് പറയാം. ചക്രാസ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം അനാസ്റ്റമോട്ടിക് പ്ലെക്സസ് ആണ്. ഈ പ്ലെക്സസിൽ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിലുള്ള എനർജി ബോഡിയിലേക്ക് വലിച്ചെടുക്കുകയും ചക്ര പോയിൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്നിരിക്കുന്ന മെറിഡിയൻസ്, ചക്ര ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ചക്രയിലൂടെ എടുക്കുന്ന എനർജി, എൻവയൺമെൻറ്റൽ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ എനർജിയെ മെറിഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലീനിയർ എനർജി ലെവൽ. അതായത് മെറിഡിയൻസിലൂടെ ഒരു ലീനിയർ എനർജി കൂടി ബോഡിയിൽ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ക്രോണിക് ഡിസീസസിൻ്റെ കണ്ടീഷനിൽ ചക്രാസ് ബർ പ്ലസ് മെറിഡിയൻ 2 ലെവലിലും നമുക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റി ലൈറ്റാണ്. ലേസർ ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ബ്ലൂ, അതുപോലെ തന്നെ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ലേസർ ലൈറ്റ്സ് നമ്മൾ മെറിഡിയൻസിലും ചക്രാസിലും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഏരിയാസിലും ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടൂളായിട്ട്. പിന്നെ മറ്റൊരു മൊഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും മൈക്രോ നീഡിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അക്യുപങ്ക്ചർ നീഡിൽസിൽ നിന്ന് സുജോക്കിൻ്റെ നീഡിൽസിന് ഡിഫറൻസ് ഉണ്ട്. കാരണം അക്യുപങ്ക്ചറിൻ്റെ നീഡിൽസിന് എൻ്റെ അഗ്രം, നീഡിലിൻ്റെ ബോഡിയിൽ എൻട്രി ചെയ്യുന്ന പാർട്ടല്ല, അതെല്ലാം ഒരേപോലെ കൂർത്ത അഗ്രം തന്നെയാണ്. പക്ഷേ സുജോക്കിൻ്റെത് വളരെ ചെറിയ നീഡിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ അഗ്രത്തിൽ ഒരു സ്പൈറൽ എലിയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. മറ്റൊരു ടൂള് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോബ്സ് ടോട്ടൽ ബോഡീനെ എനർജൈസ് ചെയ്യാനാണ് നമ്മൾ പ്രോബ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഇത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ കൈ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതും ഒരു മൊഡാലിറ്റി തന്നെയാണ്. നമുക്ക് ഈ ഫിംഗറിൻ്റെ നക്കിൾസ് യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഏരിയാസിൽ മസാജ് ചെയ്ത് കൊടുക്കാം. മെറിഡിയൻസിലൊക്കെ ഞാനൊക്കെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന, ഒരു പേഷ്യൻറ്റ് വളരെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ മെറിഡിയൻസിലും ചക്രാസിലും ഒക്കെ തന്നെ നമ്മുടെ കൈയുടെ വിരലുകൾക്ക് പൊളാരിറ്റീസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റീസ് വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ബോഡിയുടെ എനർജി ബാലൻസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത്രത്തോളം ഡെപ്തിലാണ് ഈ സയൻസ് പോകുന്നത്. കാരണം ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഈ സയൻസ് ഒരു പസഫിക് ഓഷൻ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൽ നിന്ന് എനിക്ക് തന്നെ, ഞാൻ പല ലെവൽസ് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഈ ചികിത്സ ഉപയോഗിക്കുന്നത്? ഈ ചികിത്സ ഏത് തരം രോഗങ്ങൾക്കും നമ്മൾക്ക് ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് കുറച്ച് ഡെപ്തിലുള്ള പോർഷനാണ്. കാരണം സോൾ ലെവലിൽ തന്നെ അല്ലെങ്കിൽ DNA ലെവലിൽ നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഏത് തരം രോഗങ്ങൾക്കും നമുക്ക് വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഈ ട്രീറ്റ്മെൻറ്റ്, അത് മെഡിക്കൽ ഫീൽഡിലുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യത കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇന്ന് ലാബ് റിപ്പോർട്ട്സുകൾ, MRI അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് റിപ്പോർട്ട്സ്, CT റിപ്പോർട്ട്സ്, എക്സ്റേ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് ചികിത്സിക്കുന്നുണ്ട്. ഇതിനകത്ത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡെപ്തിൽ തന്നെ മെഡിക്കൽ ഡിസീസ് കണ്ടീഷന് 6 കീ അല്ലെന്നുണ്ടെങ്കിൽ 8 കീ ലെവലിൽ ഡിസീസസിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി ലെവലിൽ വ്യക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എനർജിയും ഇത്ര കൃത്യമായി ഡിസീസ് കണ്ടീഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വേറൊരു സയൻസ് ഇല്ല. ഇപ്പം ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസിലുള്ള അത് ഹോമിയോ മെഡിസിനെ തന്നെ ഞാൻ ആദ്യം ചെയ്തത് തന്നെ
മെഡിസിനെ ഇതിലേക്ക് ക്ലാസിഫൈ ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഡിസീസസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം ഓരോ എനർജിയും ഏത് ഡിസീസസിലാണെന്ന് പ്രൊഫസർ തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഡയഗ്നോസിസ് വൈസിൽ എളുപ്പത്തിൽ നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം. അത് ഏത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണെങ്കിലും ഇതിൽ വളരെ അനായാസേന ട്രീറ്റ്മെൻറ്റ് പാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നോൺ മെഡിക്കൽ പാർട്ടിലുള്ളവർക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സിംറ്റോമറ്റോളജി ബേസ് ചെയ്തിട്ടും ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം. അതിൽ നമുക്ക് 6 കീലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെറിഡിയൻ ആണ് പറഞ്ഞത്. മെറിഡിയനിലേക്ക് വരുന്ന സമയത്തേക്ക് മെറിഡിയൻ പോകുന്ന ചാനൽസ് പോകുന്ന ഏരിയാസ്, ഇപ്പം നമുക്ക് കാൽമുട്ട് വേദന, അല്ലെങ്കിൽ നമുക്ക് നെഞ്ചിൻ്റെ സെൻറ്ററിൽ വേദന, അല്ലെങ്കിൽ വയറിൻ്റെ ഒരു പോർഷനിൽ വേദന എന്നൊക്കെ പറയുന്ന സമയത്തേക്ക് ഈ മെറിഡിയൻ പാസ് ചെയ്യുന്ന ഏരിയാസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് 2nd ലെവൽ സുജോക്കി ലെവൽ തൊട്ടിട്ട് 6 കീ ലെവലിലൊക്കെ വളരെ ഫലപ്രദമായി തന്നെ സിംറ്റമറ്റോളജി ബേസ് ചെയ്തിട്ട് നോൺ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സുജോക്ക് എന്ന ചികിത്സ എവിടെ നിന്നാണ് പഠിക്കാൻ കഴിയുക? ഡോക്ടർ പഠിപ്പിക്കുന്നുണ്ടോ? ഇൻ്റർനാഷണൽ സുജോക്ക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അണ്ടറിലാണ് പഠിക്കാനായിട്ടുള്ള സാധ്യത വരുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് പറയാം. ഇത് ഒരു പൈതൃകമായ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. കോപ്പിറൈറ്റഡ് ആണ്, ഇൻ്റർനാഷണൽ ബേസ്ഡ് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ആണ് ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ 2010 മരിച്ചതിന് ശേഷം പ്രൊഫസർ പാക് ജേവോയുടെ 2 ആൺമക്കൾ മിഞ്ചുൽ പാർക്ക് ആൻഡ് ഡോക്ടർ മിങ്ക്യു പാർക്ക്, ഇവർ ചേർന്നുകൊണ്ടുള്ള ഇൻ്റർനാഷണലി തന്നെ ഒരു സംഘടനയുണ്ട്, ഇൻ്റർനാഷണൽ സുജോക്ക് അസോസിയേഷൻ. ഈ അസോസിയേഷൻ ട്രെയിനേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് TTC നൽകി സർട്ടിഫൈഡ് ലെക്ചറേഴ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലും കേരളത്തിലും ഒക്കെ സർട്ടിഫൈഡ് ലെക്ചറേഴ്സ് ഉണ്ട്. ഞാനും അതിൻ്റെ ഒരു ട്രെയിനറാണ്. ഈ പല ലെവൽസിലായിട്ടാണ് ഇതിൻ്റെ ക്ലാസ്സസ് പോകുന്നത്. അത് ഞാൻ പറയാം. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു ബേസിക് ഹോമോ കറസ്പോണ്ടൻസ് സിസ്റ്റം. ആ കറസ്പോണ്ടൻസ് സിസ്റ്റം നമ്മുടെ ബോഡി ലെവലിൽ ഹാൻഡ് ആൻഡ് ഫുട്ടിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്, അത് ബേസിക് ലെവലാണ്. അത് കഴിഞ്ഞിട്ട് സുജോക്കി തൊട്ടിട്ട് മുകളിലോട്ട് 6 കീ ട്രയോർജിൻ എന്ന് പറയുന്ന ആ 2 ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അതിൽ സുജോക്കി ആൻഡ് 6 കീ, ആ 6 കീ 2 ലെവലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ 2 ലെവൽ കൂടി നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ട്രെയിനേഴ്സ്, അതായത് ട്രയോർജിൻ നമുക്ക് ടൈം സ്പേസ് എന്ന ലെവലിലൊക്കെ ട്രയോർജിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ട്. ഈ ട്രയോർജിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ട്വിസ്റ്റ് തെറാപ്പി അല്ലെങ്കിൽ ഡയറക്ഷൻ തെറാപ്പി വരുന്ന ആ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ബോഡിയുടെ മറ്റ് പാർട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പോലുള്ള സമ്മണ്ടോങ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്, അതൊക്കെ നമുക്ക് ഇൻ്റർനാഷണലി വരുന്ന ട്രെയിനേഴ്സാണ് വരിക. പിന്നീട് ഇതിൽ അടുത്ത ലെവൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൈൽ മുദ്ര, സ്മൈൽ മെഡിറ്റേഷൻ, തായ്ചി, സ്മൈൽ തായ്ചി, അങ്ങനെയുള്ള പല ലെവല്, ട്രയോർജിൻ ഫെൻഷുയി എന്നൊക്കെ പറഞ്ഞ പല ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സൊക്കെ തന്നെ നമുക്ക് ഇന്ത്യയിൽ പല ട്രെയിനേഴ്സ് ഇവിടേക്ക് വന്നാണ് ഇതിൻ്റെ ക്ലാസ്സസ് ഇവിടെ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. ഇതിന് ഇന്ത്യയിൽ ഇതിനൊരു അസോസിയേഷനുണ്ട്. ആ അസോസിയേഷൻ്റെ ഹെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മോഹനശെൽവം, ചെന്നൈയിൽ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് തന്നെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ മെഡിക്കൽ രംഗത്ത് കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം ആളുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇതിൽ റിസർച്ച് വിങ് ഉള്ളത് നാഗ്പൂരാണ്. ഇതിൻ്റെ R&D സെൻറ്റർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉള്ളത്. അത് ഗ്ലോബലി ഉള്ള റിസർച്ച് സെൻറ്റർ ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മോസ്കോയിലാണുള്ളത്. എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് കംപ്ലീറ്റ്. മെഡിക്കൽ റിസർച്ച് സെൻറ്റർ പക്ഷേ ഇന്ത്യയിലാണ് ഉള്ളതെന്ന് എടുത്തു പറയേണ്ടി വരണം. ആ എടുത്തു പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഡാറ്റാബേസ് കളക്ഷൻ ഇന്ത്യയിൽ ഇത് റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഈ ചികിത്സ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായിട്ട് തന്നെ, നേരത്തെ ഇത് അക്യുപങ്ചർ അണ്ടറിലായിരുന്നു വരുന്നത്, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായിട്ട് അംഗീകരിച്ചുകൊണ്ട് വരുന്ന എല്ലാ നടപടികളിലേക്കും ഡാറ്റാബേസ് കളക്ഷൻ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് WHO അണ്ടറിൽ തന്നെ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ICMRലും ഒക്കെ നടക്കുന്നുണ്ട്. അത് ഡോക്ടർ ചിന്മയ് ഷാ, അതുപോലെ തന്നെ WHO ഡോക്ടർ സോഹർ യാജിൽ,
ഡോക്ടർ മോഹനശെൽവം, ഡയബറ്റോളജിസ്റ്റ് തന്നെയാണ്, ഡയബറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പവൻ. അദ്ദേഹം തന്നെ ധാരാളം ഡയബറ്റിക് കേസസ് തന്നെ സുജോക്കിൻ്റെ ഡയറ്റ് ഒക്കെ വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ട് കൺട്രോൾ ചെയ്ത കേസസ് തന്നെ ധാരാളമുണ്ട്. അതും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ മെഡിക്കൽ ഡോക്ടേഴ്സിനായിട്ട് ഉള്ള ഒരു സാധ്യത കൂടി ഞാനിവിടെ പറയുകയാണ്. ഇതിൽ സ്പെഷ്യലൈസേഷൻ വളരെയധികം ചാൻസസ് ഉണ്ട്. അത് ഹോമിയോപ്പതി ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസിക് ലെവലിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മെഡിസിൻസ് കറസ്പോണ്ടിങ് ഏരിയയിൽ യൂസ് ചെയ്യാം. അത് മെഡിക്കൽ ഡോക്ടേഴ്സിൽ ഏത് വിങ്ങിലാണെങ്കിലും, ഇപ്പോൾ സിദ്ധയാണെങ്കിലും യുനാനി ആണെങ്കിലും അലോപ്പതിക് മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെങ്കിലും ആയുർവേദ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെങ്കിലും ബേസിക് കറസ്പോണ്ടൻസ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കറസ്പോണ്ടൻസ് ഏരിയാസിൽ നിങ്ങളുടെ മെഡിസിൻസ് അപ്ലൈ ചെയ്യാം. വളരെ ഗുഡ് റിസൾട്ടാണ്. കാരണം കേരളത്തിൽ ഇതിൻ്റെ റിസർച്ച് ഞാൻ മറ്റ് ഫീൽഡിലുള്ള ഡോക്ടേഴ്സുമായിട്ട് തന്നെ ഞാൻ ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ആ റിസൾട്ടുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് പേഴ്സണലി തന്നെ. പിന്നെ ഹോമിയോ ഡോക്ടർമാർക്ക് എടുത്തു പറയാൻ, ഞാനൊരു ഹോമിയോ ഡോക്ടർ കൂടി ആയതുകൊണ്ടായിരിക്കാം എടുത്തു പറയത്തക്കതായ ഒരു കാര്യം, നിങ്ങൾക്ക് ട്രയോർജിൻ ലെവലിൽ അല്ലെന്നുണ്ടെങ്കിൽ 6K ലെവലിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഹൈലി പൊട്ടൻറ്റൈസ്ഡ് അല്ലെങ്കിൽ ഡയമൈസേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസാണ് യൂസ് ചെയ്യുന്നത്. ആ മെഡിസിൻ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കേസ് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ മെഡിസിൻ കൊണ്ട് തന്നെ ഈ സിംഗിൾ നീഡ്ലിങ്ങിലൂടെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫൈഡായിട്ടുള്ള റിസൾട്ട് എനർജി ലെവലിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് നിസ്സംശയം എനിക്ക് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നാട്ടുവൈദ്യം എന്ന് നമ്മൾ പറയും. നാട്ടുവൈദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് പലതരം മെഡിസിനൽ ലീവ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കറസ്പോണ്ടിങ് ഏരിയസിൽ ട്രീറ്റ് ചെയ്യാം. സ്പെഷ്യലൈസേഷൻ വിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്തേക്ക് ഞാൻ ആദ്യമായി തന്നെ പറഞ്ഞു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം ഓരോ എനർജി ലെവല് ബേസ് ചെയ്ത് തന്നെ ഡിഫറെൻറ്റ് ഡിസീസ് കണ്ടീഷനെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രൊഫസർ വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് ടിനിറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, അത് 6K എനർജി ലെവലിൽ വിൻഡാണെന്ന് പറഞ്ഞു. ആ കണ്ടീഷനിൽ ഏത് വിങ്ങിലുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും ടിനിറ്റസ് എന്ന് പറയുന്നത് വിൻഡ് എനർജിയിലാണ് വരുന്നതെന്നും ആ കണ്ടീഷനിൽ നമുക്ക് കൃത്യമായി ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് വരുന്നതെങ്കിൽ അത് ഹീറ്റ് എനർജി ആണെന്നും അതിലൂടെ നമുക്ക് 6K ലെവലിൽ ട്രീറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സുജോക്കി ലെവലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ക്യാൻസർ റേഡിയേഷൻ, ആ റേഡിയേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ട് ബോഡിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ബോഡിയിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട്നെസ് കണ്ടീഷനാണെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അഡിക്ഷനെ തന്നെ ഡിഫറെൻ്റായിട്ട് നമുക്ക് പ്രൊഫസർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ 6K ട്രീറ്റ്മെൻറ്റിൽ. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയിൽ വരുന്നത് ഫോർ എക്സാമ്പിൾ സിസ്റ്റ്, ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്തേക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് റിസൾട്ട് ഇതേപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷനിൽ നിൽക്കുന്നവർക്ക് അതാവാം. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന്. ഉണ്ട്, ബിനൈൻ ക്യാൻസറിനെയും അതുപോലെ തന്നെ ബിനൈൻ ട്യൂമേഴ്സിനെയും കാർസിനോമാറ്റസ് ട്യൂമേഴ്സിനെയും അത് ഡ്രൈനസ് ആൻഡ് കോൾഡ്നെസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വളരെ വ്യക്തമായി തന്നെ പ്രൊഫസർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാർസിനോമയെ തന്നെ നമുക്ക് ആ 6K ക്ലാസിഫിക്കേഷനിലുള്ള ഡെപ്ത് ക്ലാസിഫിക്കേഷൻ തന്നെ ഇതിൻ്റെ പത്തോളജി ലെവലിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇപ്പം നമുക്ക് ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ്, ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്തേക്ക് കൊറോണറി ആർട്ടറി ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഡിവിഷൻ ഒക്കെ നമുക്ക് 6Kയിൽ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ എങ്ങനെ എൻ്റർ ചെയ്യുന്നു എന്ന് പോലെ റെൻറ്റിങ് സിസ്റ്റം വഴി പോയിട്ട് കോൺഷ്യസ് ലെവലിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ്. അങ്ങനെ സ്പെഷ്യലൈസേഷനിൽ ഇപ്പം ഏത് തരം മെഡിക്കൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നാളെ വേണമെങ്കിൽ കാർഡിയോളജി വിങ് അല്ലെന്നുണ്ടെങ്കിൽ റുമറ്റോളജി വിങ് അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ മെഡിസിൻ എന്ന് പറയുന്നോളം ചാൻസ് വളരെ കൂടുതലാണ് സുജോക്കിലുള്ളത്. അത് പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് ഫീൽഡ് എടുത്തു പറയേണ്ടതായിട്ട് വരും. ട്രെയിനിങ് ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിലേക്കുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ട്രെയിനിങ് ഫീൽഡിലേക്ക് വരും കാലഘട്ടത്തിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സിസ്റ്റത്തിനുണ്ട്. ഡോക്ടർ, ഇതൊരു സർട്ടിഫൈഡ് കോഴ്സാണോ?
നിലവിൽ ഇത് ഒരു സർട്ടിഫൈഡ് കോഴ്സായിട്ടാണ് പോകുന്നത്. ആ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇൻ്റർനാഷണൽ സുജോക്ക് അസോസിയേഷനാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആയിട്ടുള്ളവർ കേരളത്തിൽ 34ഓളം പേരാണ് ഉള്ളത്. അതിൽ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് 2 മെഡിക്കൽ ഡോക്ടേഴ്സാണ്. ആയുർവേദ വിങ്ങിൽ നിന്ന് ഒരാൾ, ഹോമിയോ വിങ്ങിൽ നിന്ന് ഒരാൾ. ബാക്കിയുള്ളവർ നോൺ മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അവരും ഈ പറയുന്ന 2ഉം 3ഉം ലെവലൊക്കെ ട്രെയിനിങ് നൽകുന്ന ആളുകൾ നോൺ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് തന്നെ ഇവിടെ ഉണ്ട്. ഈ ചികിത്സയ്ക്ക് മറ്റുള്ള ചികിത്സയിൽ നിന്നുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഒന്ന് വിശദീകരിക്കാമോ? ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഇൻറ്റേർണലി മരുന്ന് കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലർക്കും മരുന്ന് കഴിച്ച് മതിയാവുന്നൊരവസ്ഥയാണ്. പലർക്കും മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കുന്നില്ല, ഇൻ്റേർണലി മരുന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യമായി എടുത്തു പറയത്തക്കതായ ഒരു പ്രത്യേകത. രണ്ടാമതായി ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറ്റേത് സിസ്റ്റവുമായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചികിത്സിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഹോമിയോ, ആയുർവേദ, അലോപ്പതി അങ്ങനെയുള്ള ഏത് സിസ്റ്റത്തിനെയും ഈ സിസ്റ്റത്തോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഇതിനെ സിംറ്റമാറ്റിക്കലിയും ബ്യൂട്ടിഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യാം, അതുപോലെ ഡയഗ്നോസ്റ്റിക് ബേസിലും ഇതിന് ബ്യൂട്ടിഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ എടുത്തു പറയത്തക്കതായ മറ്റൊരു പ്രത്യേകതയാണ്. മെറ്റാഫിസിക്കൽ ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതിപ്പം നമ്മൾ ഹോമിയോയിൽ പറയുകയാണെങ്കിൽ മൈൻഡ് ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആയുർവേദവും സിദ്ധ, യുനാനി, ഓൾട്ടർനേറ്റീവിലെല്ലാം തന്നെയും മൈൻഡിനും ഇമോഷൻസിനും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് മെഡിസിൻ കൊടുക്കുന്നത്. മോഡേൺ മെഡിസിനിൽ മാത്രമാണ് സൈക്കോസൊമാറ്റിക്കിന് ഒരു 2 വിഭാഗമായിട്ട് കരുതി ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾ ലെവൽ അല്ലെങ്കിൽ ഇതിൻ്റെ DNA ലെവൽ എന്ന് പറയേണ്ടി വരും. സോഴ്സ് എനർജിയെ കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മളുടെ ടൈം ആൻഡ് സ്പേസിൻ്റെ കണ്ടീഷനെയും കൂടി എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ മെറ്റാഫിസിക്കൽ പാർട്ട്, അതിൻ്റെ ഫ്രീക്വൻസി ബേസ്ഡ് അത്രയും ഡെപ്തിലാണ് പോകുന്നത്. പിന്നെ ഹോമിയോ മെഡിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി ഞാനിവിടെ നമ്മളെ മുന്നിലുണ്ടായിരുന്നൊരു ചോദ്യം, ഹോമിയോ മെഡിസിൻ എങ്ങനെ ആളുകൾ വർക്ക് ചെയ്യുന്നു എന്ന്. അതുകൂടി നമുക്ക് ഈ സിമിലാരിറ്റി കോൺഷ്യസ്നെസ്സിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. കാരണം ഹോമിയോ മെഡിസിനും സിമിലാരിറ്റി കോൺഷ്യസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മെഡിസിൻ ഇപ്പോൾ നമ്മൾ ഹോമിയോ മെഡിസിൻ എടുക്കുന്ന സമയത്തേക്കും സിമിലറായിട്ടുള്ള രോഗലക്ഷണങ്ങളായിരുന്നു അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. വെച്ചാൽ രോഗിയിലുണ്ടാകുന്ന രോഗലക്ഷണത്തിന് അനുയോജ്യമായ ഒരു മരുന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അവിടെയും ആ മെഡിസിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മുടെ ബോഡിയിൽ ഇൻഡെപ്തിൽ ആക്ട് ചെയ്യുന്നത്. കാരണം പൊട്ടൻറ്റൈസേഷനും ഡൈനാമൈസേഷനിലും നടക്കുന്നത് ഇതിൻ്റെ ഇൻറ്റേർണലി, അതായത് സബറ്റോമിക് ലെവലിലേക്ക്, അത് സെല്ലുലാർ ലെവലിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ ആക്ഷൻ. അത് ഹോമിയോ മെഡിസിൻ പഠിക്കുന്ന സമയത്തേക്ക് എനിക്കത്ര ഡെപ്തിൽ അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ സുജോക്കിലേക്ക് വന്നിട്ടാണ് ഇതിൻ്റെ ആക്ഷൻ ഇങ്ങനെ ഇൻഡെപ്തിലാണ്, ഫ്രീക്വൻസി ബേസ്ഡ് ആണെന്ന് കൂടി മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മെഡിസിൻ പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോഴും ഡൈനാമൈസ് ചെയ്യുന്ന സമയത്തേക്കും അത്രയും സബറ്റോമിക് ലെവലിലാണ്, സെല്ലുലാർ ലെവലിലേക്ക് ഇതിൻ്റെ ആക്ഷൻ പോകുന്നുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഹോമിയോ ഡോക്ടേഴ്സിന് ഇതിന് വളരെ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയാണിത്. പിന്നീട് ഇതിന് പറയത്തക്കതായിട്ടുള്ള പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞു, എല്ലാതരം രോഗങ്ങൾക്കായിട്ടും ഇത് യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. കോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഇന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് സാധാരണ ജനത്തിന് താങ്ങാൻ വയ്യാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. ഈ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഇത് ചികിത്സ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.